ദ്യുതിക്കുട്ടി ഞെട്ടിപ്പോയി, പേടിച്ചു പോയോ? അയ്യോ. ദ്യുതിക്കുട്ടി, ഞങ്ങൾക്കേ അങ്ങോട്ടേ വളരെ വളരെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, എഴുന്നേറ്റ് നിന്നത്, കൈയടിച്ചത്. മനസ്സിലായോ? എന്തുകൊണ്ടാ, എന്താ കാരണം? നന്നായി പാടിയതുകൊണ്ട്. മധു, ഈ ലിറിക്സ് എങ്ങനെയാണ് ഇങ്ങനെ ഓർക്കുന്നത്? അതെ, ഞാൻ മാത്രല്ല സൽദാടെ നോട്ട്സ് എന്ന് പറയുന്നത് ഒരുപാട് തെറിച്ച് നിൽക്കും. അതെ അതെ അതെ, അത് എന്നെ മറന്നാലോ, അത് ആ നോട്ടൊക്കെ പാടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും. അതെ അതെ അതെ, ഇത്രയും സ്പീഡില് ആ ലിറിക്സ് ഒക്കെ ഓർത്ത്. അതിനിടയിൽ ഇടയ്ക്ക് ഇങ്ങനെ ആനന്ദിനെ നോക്കുന്നുണ്ട്. അതെ, എന്നിട്ട് ഇടയ്ക്ക് പറഞ്ഞു ഇല്ല, അത് ഇടയ്ക്ക് ഇങ്ങനെ അത് തെറ്റിപ്പോയി, അത് അങ്ങനെയല്ല, അവിടെ നോക്കാൻ പാടില്ല. അത് ആർക്കും ഇടയ്ക്കിടയ്ക്ക് കൈ കാണിക്കണേ, അവിടെ ടാറ്റ കൊടുക്കുന്നു. അതാരാ? ജഗത്. ജഗത് അല്ലേ? ഓ അത് ശരി. ജഗത്താണോ ഫ്രണ്ട്? ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ? എനിക്ക് ഏറ്റവും ഒരു അത്ഭുതമായിട്ട് തോന്നിയത് എന്താന്ന് വെച്ചാല്, ഈ പാടുന്ന സമയത്തെ മൈക്ക് ഇങ്ങനെ പിടിച്ചിട്ടേ നാടൻ പാട്ടിലെ മൈന, അതായത് പാട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല, താളമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒന്നുമില്ല. പക്ഷെ പാട്ട് വളരെ കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. നോട്ടിനും ശ്രുതിക്കൊരു പ്രശ്നമില്ല, താളത്തിനൊരു പ്രശ്നമില്ല, എല്ലാം ട്യൂണൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ആ ആട്ടം ഇതും സ്പ്രിങ്ങും. പിന്നെ വേറെ ഒന്നുണ്ടേ, കൈ വേദന എടുക്കും കുറെ നേരം മൈക്ക് പിടിക്കുമ്പോ, അപ്പാട് മാറും, മറ്റേ കയ്യിലോട്ടിടും. പക്ഷെ നമ്മൾ അറിയില്ല, കണ്ണടച്ച് വെക്കുകയാണെങ്കിൽ മനസ്സിലാവില്ല മൈക്ക് മാറ്റിയത്. അല്ല, ആ പാട്ടുകാരൊക്കെ ബീജത്തില് വരണ്ടേ? അതെ അതെ അതെ, ആ തരത്തിരി ഞാനും ആലോചിച്ചു അവിടെ അറിയില്ല എന്താ തരത്തിര. അതെ, അതെന്റെ പാട്ട് നടക്കും, അതൊന്നും പ്രശ്നമല്ല, അവിടെ കറക്റ്റ് ആയിട്ട് എടുത്തിരിക്കും. അത് കറക്റ്റ് ശ്രുതിയില്ല സംഭവം. അല്ല, അത് കറക്റ്റ്, അത് ശ്രുതി പാളി പോകാൻ ചാൻസ് ഉള്ള സ്ഥലമാണ് ഈ ബീജി കഴിഞ്ഞിട്ട് ആ തുടങ്ങണമെങ്കിൽ. പക്ഷെ അതൊക്കെ കറക്റ്റ് ആയിട്ട്